ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ആൻഡ് യെസ്, ഫൈനലി നമ്മളിത് പുതിയൊരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് വേറെ ഒന്നുള്ള പരിപാടി, പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും നൈറ്റ് ഒന്ന് ഫുഡ് അടിക്കാൻ ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ ഞങ്ങളിത് നേരെ പോകുന്നു. എൻ്റെ ഒപ്പം അരുൺദാസും ഉണ്ട്. ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാനായിട്ട് പോകുന്നു. പിന്നെ എടാ ജിബിൻ വരുമോ? ജിബിൻ എത്തുമല്ലോ അവിടെ കടയിൽ. ഓക്കെ, അപ്പോൾ നമ്മളിതേ അങ്ങോട്ട് പോകാൻ വിചാരിക്കുന്നു. കുറേ ദിവസമായി നമ്മുടെ നാട്ടിലുള്ള പയ്യന്മാരായിട്ടൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് ഫുഡൊക്കെ അടിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞു വ്ളോഗ് കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. സോ എന്തായാലും ലെറ്റ്സ് ഗോ. സോ ഗൈസ്, യെസ്, ദേ നമ്മൾ ഞങ്ങളുടെ ഇവിടുത്തെ അടുത്ത് തന്നെ ഉള്ളൊരു അടിപൊളി തട്ടുകടയുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഇതാ ഒരാളൂടെ കൂടിയിട്ടുണ്ട്. എവിടെ? യെസ്, ജിബിൻ ജി. എസ് അരുൺദാസ് നേരത്തെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിതാ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഈ തട്ടുകട വരുന്നത് നമ്മുടെ നേരെ CSI ചർച്ച് അമരവള ഉണ്ട്. അമരവള ഇവിടെ ഈ റൂട്ട് പോകുന്നവർക്കറിയാം. അതായത് അമരവള എന്ന് പറയുന്ന സ്ഥലം വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകര കഴിഞ്ഞിട്ടാണ് അമരവള വരുന്നത്. അമരവള കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് പാറശാല, കളിയിക്കവിള, പിന്നെ തമിഴ്നാട്, നാഗർകോവിൽ ആ ഒരു സെക്ഷനിലേക്കാണ്. അങ്ങോട്ട് ആ സ്ട്രേറ്റ് റോഡ് തന്നെയാണ്. അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, നമ്മുടെ ഈ സ്ഥലത്ത് ഇത് കണ്ടോ, കാർ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ, എല്ലാവരും ഇവിടെ വന്നവരാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ക്ലിക്കായിട്ടുള്ളൊരു കടയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒത്തിരി തട്ടുകടകളും പിന്നെ ഫുള്ള് കടകളൊക്കെ ആയിട്ട് ഇപ്പോൾ ഭയങ്കര ഒരു ഹാപ്പനിങ് സ്ഥലമായി മാറിയിട്ടുണ്ട് നമ്മുടെ ഈ സ്ഥലം. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ അകത്തോട്ട് പോകണം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്കെന്തായാലും അകത്തെത്തിയിട്ട് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ട് എല്ലാം നമുക്ക് കാണാം. ഓക്കെ, നമ്മുടെ ഈ തട്ടുകടയിൽ ഇത്രയും ആൾക്കാർ വരാൻ കാരണം ഈ ഒരു തിരക്ക് കണ്ടോ. എല്ലാവരും ഇവിടെ ലൈവായിട്ട് നിന്ന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം നമുക്കിവിടെ കാണാനും പറ്റും. പിന്നെ അവിടെ ജ്യൂസിന് വേണ്ടിയിട്ട് ചെറിയൊരു കൗണ്ടറുണ്ട്. പിന്നെ ഇവിടെ ചൈനീസ് ഫുഡ് ഐറ്റംസിന് പ്രത്യേക ഒരു ഏരിയ ഉണ്ട്. മേളിലോട്ട് സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് മേളിലോട്ട് പോകാം. മേളിൽ അത്യാവശ്യം ഇവിടെ ആൾക്കാർ വന്നല്ലേ. യെസ്, മേളിലും ആൾക്കാരൊക്കെ അത്യാവശ്യം എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു വ്യൂ ഉണ്ടോ, ഇവിടെ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കാണാം. ഒന്നും മറച്ചു വെച്ചിട്ടില്ല. എല്ലാം ഇൻഡെപ്തായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ പോയി അവൻ്റെ ഫുഡ് അടിക്കാൻ ഇതായിട്ട് നിൽക്കുകയാണ്. ഞാനിവിടെ വ്ളോഗ് എടുത്തോണ്ടിരിക്കുന്ന കാരണം ഫുഡ് അടിക്കാനും നടക്കുന്നില്ല. സോ എന്തായാലും നമുക്ക് നേരെ പോയി ഏതെങ്കിലും ഒരു സീറ്റ് നോക്കി ഇരുന്നിട്ട് കഴിക്കാം. ഫ്രണ്ടിലിരിക്കേണ്ട സ്ഥലമുണ്ട്. അവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ക്രൗഡായ കാരണം ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് കയറി. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ലെറ്റ്സ് ഗോ. സോ യെസ്, നമ്മളിതാ ഐറ്റംസ് ഓർഡർ ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെനു. ഒരു തട്ടുകടയിൽ ഇത്രയും അധികം വെറൈറ്റി ഐറ്റംസ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത അത് തന്നെയല്ലേ. ഇവിടെ നല്ല വെറൈറ്റി ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നതിന് കുറേ കാലം മുമ്പേയൊക്കെ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വ്ളോഗ് എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. കൂടുതലും ഐറ്റംസ് ഞാൻ ഇപ്പോഴും ഓർഡർ ചെയ്യുന്നത് ബീഫ് ഫ്രൈ, നമ്മുടെ ദോശയും ചമ്മന്തിയും രസവടയും. അവൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കണം. അതൊരു ഫീലാണ് കേട്ടോ. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഏരിയയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കുന്നത് ഇവിടെ തന്നെയാണ്. ഞാൻ മിക്കവാറും അത് ഇവിടെ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മെനു ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പോസ് ചെയ്ത് വായിക്കാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മെനു റേറ്റ്സും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. നമ്മളിതാ ഇവിടെ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാവരും ടേബിളൊക്കെ ഫുള്ളായിട്ടുണ്ട്. നമ്മളെന്തായാലും ആ സമയത്ത് വന്നുകൊണ്ട് നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. എന്തായാലും നമ്മുടെ ഐറ്റംസ് ഇപ്പോൾ എത്തും. ഏത് വണ്ടിയുടെ കാര്യം ഇവിടെ പറയുന്നത്? നെക്സോൺ. പ്രൗഡ് ഓണർ ഓഫ് നെക്സോൺ. എങ്ങനെയുണ്ട് വണ്ടി? സൂപ്പർ. നീ കുറച്ച് ഉന്നതല്ലല്ലോ പറഞ്ഞു എൻ്റെ അടുത്ത്. സത്യം ഇല്ല, നിനക്ക് വേറെ സീനൊന്നും പറ്റിയില്ലല്ലോ. എനിക്ക് അധികം ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഓട്ടോ ഉള്ളവരെയൊക്കെ അവസ്ഥ പാടെന്നാണ് പറയുന്നത്. അങ്ങനെ. ഓക്കെ. യെസ്, നമ്മുടെ ഐറ്റംസ് എത്തിയിട്ടുണ്ട്. ചില്ലി ചിക്കൻ, ഏതാ ലുക്ക്, മിക്സഡ് ഫ്രൈഡ് റൈസ്. അവനിനി അടുത്ത ഐറ്റംസ് എടുത്തിട്ട് വരും. നമ്മുടെ 2 ഐറ്റംസ് എത്തി. ഇവിടെ വേറെ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ദോശ, ഏതായിരുന്നു? ബീഫ് ഫ്രൈ അല്ല, ബീഫ് കറി ആണ്. ബീഫ് കറി പറഞ്ഞു. ഓക്കെ, പിന്നെ ചിക്കൻ ഫ്രൈ. അപ്പോൾ എന്തായാലും ഐറ്റംസ് ഓരോന്നായിട്ട് ഇപ്പോൾ എത്തും. ഏതാ അങ്ങനെ ആശാൻ്റെ പറഞ്ഞ ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് കഴിച്ചു തുടങ്ങി. അതിനിടയ്ക്ക് എങ്ങനെയുണ്ട്? ഇത് നേരെ കഴിച്ചില്ല. കഴിച്ചോ രസവട ഏതാ? ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഇത്. സ്പെഷ്യൽ ഇൻ ദ സെൻസ് ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. ഞാൻ മിക്ക സമയത്ത് ഓർഡർ ചെയ്യുന്നത് ഇത് തന്നെയാണ്. എടാ എങ്ങനെയുണ്ട്? കൊള്ളാം, നൈസല്ലേ?
മിക്സഡ് ഫ്രൈഡ് റൈസ് പൊളിയാണ്. കൊള്ളാവോ? ഒരു നോർമൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ഒരു ഫീലൊക്കെ ഉണ്ടോ ഇവിടുത്തെ ഫ്രൈഡ് റൈസിന്? കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? എന്തായാലും അപ്പം ഞാൻ ആസ് യൂഷ്വൽ പൊറോട്ട, പിന്നെ ചില്ലി ചിക്കൻ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം, പിന്നെ ചിക്കൻ ഫ്രൈയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഓ, നല്ല മെരിഞ്ഞ പൊറോട്ട, അടിപൊളി. ഫ്രൈഡ് റൈസ് ഫ്രൈ കൊള്ളാം കേട്ടോ, അടിപൊളി. ചില്ലി ചിക്കൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ചില്ലി ചിക്കൻ്റെ ഫ്രൈ അടിപൊളി. ഇനി ഫ്രൈ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്തായാലും നമ്മൾ ഒന്ന് ഫിനിഷ് ആക്കട്ടെ. മൊത്തത്തിൽ ഫുഡ് എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യം എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അവസാനം പറയാം. ഓ, അതിനിടയ്ക്ക് ഇതേ നമ്മളിത് ഫുഡ് കഴിഞ്ഞ് കേട്ടോ. ഇതിനിടയ്ക്ക് ടേസ്റ്റ് കാരണം വ്ളോഗ് എടുക്കാനേ പറ്റിയില്ലല്ലേ. വ്ളോഗ് എടുക്കൽ നടന്നില്ല. ഡേ ലൈം എത്തി, പൈനാപ്പിൾ ലൈം. ഓ, നല്ല പറഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു കട്ടനും പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, യെസ്, ആൻഡ് ഫൈനലി നമ്മളിതാ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഇന്ന് വേറെ കുറച്ച് കറക്കങ്ങൾ കഴിഞ്ഞ് രാത്രി ഇവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് പോകാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. പക്ഷെ മഴ കാരണം എല്ലാം തകിടം മറിഞ്ഞു. സോ എന്തായാലും നമ്മൾ ഫൈനലി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടാ. എങ്ങനെ ഇഷ്ടപ്പെട്ടോടാ നിനക്ക്? ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ, എനിക്ക് ഇഷ്ടപ്പെട്ട ദോശയും നമ്മുടെ രസവടയും, അതാണ് നമ്മുടെ ഫേവറേറ്റ് ഐറ്റം. യെസ്, അവിടുത്തെ ഫേവറേറ്റ് അത് തന്നെ കേട്ടോ. എനിക്കും അതാണ്, ദോശയും രസവടെ ചമ്മന്തി വേറെ ലെവലാണ്. പക്ഷെ ഇന്ന് ഫ്രൈയും അടിപൊളിയായിരുന്നു. നിനക്ക് മിക്സഡ് ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസാ? ആശാൻ എപ്പോഴും ഫ്രൈഡ് റൈസിൻ്റെ ആളാണ്. കൊള്ളായിരുന്നു കേട്ടോ. മിക്സഡ് ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു. കാരണം നമുക്കൊരു നോർമൽ തട്ടുകടയിൽ നോർമലി ചിലപ്പോൾ ഇത്രയും കുറച്ചൊരു മെനു കുറവ് ആയിരിക്കും നോർമലി ചെറിയ ചെറിയ തട്ടുകടകളിലൊക്കെ. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല മെനു ഉണ്ട്. മിക്സഡ് ഫ്രൈഡ് റൈസ് നമ്മളതാണ് കുറച്ച് 2-3 ഐറ്റംസ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു, വ്ളോഗ് കൂടെ എടുക്കേണ്ടതില്ലേ. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇന്ന് ഇത്രയും സംഭവം കഴിച്ചു നോക്കിയത്. മൊത്തത്തിലെല്ലാം ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇതിന്റെ ലൊക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ CSI അമരോള ചർച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഓൾമോസ്റ്റ് ഈ റൂട്ട് പോകുന്ന എല്ലാവർക്കും അറിയാം, കാരണം അത്രയും വലിയ നല്ലൊരു സെറ്റപ്പിലാണ് കടയിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് ഇന്നിന് വലിയ കറക്കങ്ങളൊന്നുമില്ല. അപ്പോൾ നേരെ നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ്. സോ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് പോകണം. അപ്പോൾ എന്തായാലും വ്ളോഗ് ഇവിടെ വെച്ച് എൻ്റെയാണ്. സോ അടുത്തൊരു കിട്ടുന്ന വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ. ബൈ പറയണം. ബൈ ബൈ Bye. ടാറ്റാ. ബൈ ബൈ ബൈ.